മേക്കപ്പ് ചെയ്യാൻ ലിപ്സ്റ്റിക് മാത്രം മതിയെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നും അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ ലിപ്സ്റ്റിക് എങ്ങനെയാണ് 6 രീതിയിൽ ഉപയോഗിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്പർ 1, ഐ ഷാഡോ ആയി എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുക എന്ന് നോക്കാം. അതിനായി ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് എടുക്കുക. സാധാരണ ഐ ഷാഡോ ബ്രഷ് എടുത്തതിന് ശേഷം അതിൽ ലിപ്സ്റ്റിക് എടുക്കുക. എന്നിട്ട് ഇത് കണ്ണിന് മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. രണ്ട് കണ്ണിന് മുകളിലും നന്നായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുക. ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്താൽ മതിയാകും. ഒരു നാച്ചുറൽ ലുക്ക് തോന്നാനായിട്ട് ഇത് സഹായിക്കും. ഒരു ഗ്ലോസി ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? നമ്പർ 2, രണ്ടാമതായി ഐലൈനർ പോലെ എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുക എന്ന് നോക്കാം. അതിനായി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇതിങ്ങനെ എടുത്ത് കണ്ണിന് താഴെ സ്പ്രെഡ് ആക്കി കൊടുക്കാം. കണ്ണിന്റെ അറ്റത്തായിട്ട് കുറച്ച് ഡാർക്കായിട്ട് ഇത് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഐ മേക്കപ്പും വളരെ സിമ്പിൾ ആയിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചുണ്ടിനായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ചുണ്ടിനായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷേ നമുക്കൊരു ടിപ്പ് നോക്കാം. അതായത് ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിന് നടുക്കായി ഇട്ട ശേഷം അത് ചുണ്ട് വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് ഇത് ലൈൻ ചെയ്ത് കറക്റ്റ് ചെയ്യാം. മാത്രമല്ല ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ലിപ്സ്റ്റിക് നമ്മൾ ഇട്ടിരിക്കുകയാണ്. നാലാമതായിട്ട് ബ്ലഷ് ആയിട്ട് എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുക എന്ന് നോക്കാം. പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് തന്നെയാണ് ഇതിനായിട്ടും ഉപയോഗിക്കുന്നത്. ഈ ലിപ്സ്റ്റിക് എടുത്ത് ചീക്ക് ബോൺസിൽ ഇടാം. അല്പം മൂക്കിലും താടിയുടെ ഭാഗത്തും നെറ്റിയുടെ സൈഡിലും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണം. ഒരു നാച്ചുറൽ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. നാച്ചുറൽ പിങ്ക് ടോൺ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ലിപ്സ്റ്റിക് എങ്ങനെ കോണ്ടോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ? ഇതിനായിട്ട് നമുക്ക് ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് വേണ്ടത്. ഇത് വെച്ച് നോസ് കട്ട് ചെയ്യാനായി ആദ്യം മൂക്കിന്റെ സൈഡിൽ ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുക. പിന്നീട് ചീക്ക് ബോൺസിലും ലൈൻ ചെയ്യാം. ഇനി താടിയുടെ ഭാഗത്തും അതുപോലെ നെറ്റിയുടെ ഭാഗത്തും ഒക്കെ ആയിട്ട് ലൈൻ വരച്ച ശേഷം ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഒരു ഫിനിഷിംഗ് ലുക്ക് നിങ്ങൾക്ക് കിട്ടും. അവസാനമായിട്ട് ഐബ്രോസിനായിട്ട് എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുക എന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് കുറച്ച് പുതുമയുള്ള കാര്യമായിരിക്കും അല്ലേ? നമ്മൾ ഇതിനായിട്ട് അതേ ബ്രൗൺ കളറിലുള്ള ലിപ്സ്റ്റിക് ആണ് എടുക്കുന്നത്. ഒരു ബ്രഷിൽ ഇതുപോലെ ലിപ്സ്റ്റിക് എടുത്തതിന് ശേഷം അത് നന്നായിട്ട് നമ്മുടെ ഐബ്രോസിൽ വരച്ചു കൊടുക്കുക. ഐബ്രോസ് നല്ല പെർഫെക്റ്റ് ലുക്ക് ആകാനായിട്ട് ഇത് സഹായിക്കും. അപ്പൊ നിങ്ങളും ലിപ്സ്റ്റിക് ഉപയോഗിച്ച് ഈ 6 രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇത് വളരെ സിമ്പിൾ ആണ്. മേക്കപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് വസ്തുക്കളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ ഒരൊറ്റ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനാകും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.